സ്ത്രീകളൊക്കെ കേരളത്തിൽ സന്തോഷത്തിലാണ്. ഉടനെ തന്നെ KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ അവർക്ക് സൗജന്യ യാത്ര സാധ്യമാകുന്നു. വളരെ സന്തോഷമുള്ള കാര്യമാണ്. പ്രിയദർശിനി എന്ന ബോർഡൊക്കെ വെച്ച് ബസ് KSRTCയുടെ നമ്മുടെ ആനവണ്ടികൾ നിരത്തിലൂടെ ഓടുന്നത് കാണാൻ ഞാനും നമ്മുടെ നാടുമൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുകയാണ്. പക്ഷേ ഇതിലൂടെ KSRTC നേരിടാൻ പോകുന്ന വലിയ ചതിവ് ഗതാഗത മന്ത്രി CP ജോൺ വിളിച്ച് പറഞ്ഞിട്ടുമുണ്ട്. പകൽ വെളിച്ചത്തിൽ തന്നെ ചില മാധ്യമങ്ങൾക്ക് അഭിമുഖവും നൽകിയിട്ടുണ്ട്. പകൽ വെളിച്ചം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് മറ്റ് അർത്ഥത്തിലല്ല, പകൽ പോലെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ സൗജന്യ യാത്രയുടെ ചെലവ് വരുന്ന തുക, അതായത് പ്രതിവർഷം ഒരു 712 കോടി രൂപ, പ്രതിമാസമാണെങ്കിൽ ഒരു 10-35 കോടി രൂപ സർക്കാർ ഇന്ധന ചെലവിന് അഡ്വാൻസായി നൽകണം. ഇപ്പോൾ തന്നെ 125 കോടി രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് KSRTCക്ക് പ്രതിമാസം നൽകുന്നുണ്ടെന്നാണ് കണക്ക്. അതിൻ്റെ കൂടെ ഒരു 35 കോടി കൂടി, ഏകദേശം 1 കോടി, അതായത് 125 കോടി എന്ന് പറയുന്നത് മാറി 160 കോടിയോളം രൂപ സർക്കാർ പ്രതിമാസം ആദ്യം തന്നെ KSRTCക്ക് നൽകണം. എങ്കിൽ മാത്രമേ ഈ സൗജന്യ യാത്ര സുഗമമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതുമാത്രമല്ല, അല്ലെങ്കിൽ KSRTCയുടെ പ്രവർത്തനം ആകെ അവതാളത്തിലാകും. കാരണം മറ്റൊന്നുമല്ല, ഇന്ധനമില്ല, ഇന്ധനം കിട്ടില്ല, ഡീസൽ ലഭിക്കില്ല, കമ്പനികൾ ഡീസൽ കൊടുക്കില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കട്ടപ്പുറത്തിരിക്കുന്ന ബസ്സുകളെ കൂടാതെ പല ബസ്സുകളും കട്ടപ്പുറത്ത് കയറ്റേണ്ടി വരുമെന്നാണ് മന്ത്രിയുടെ വിലാപം. യാതൊരു തത്വദീക്ഷയുമില്ലാതെ, യാതൊരു അടിസ്ഥാന ബോധവുമില്ലാതെ ഇവിടെയുള്ള ചില കോൺഗ്രസ് പോങ്ങന്മാർ വിളമ്പിക്കൊടുത്ത അല്ലെങ്കിൽ ഊതിക്കൊടുത്ത സത്യങ്ങളും അർദ്ധസത്യങ്ങളും കപടതകളും കള്ളങ്ങളും എല്ലാം കൂടി ചേർത്ത് വച്ചിട്ടാണ് ശ്രീ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചത്. അത് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ ജോൺ ബ്രിട്ടാസും കേരളത്തിൽ നിന്നുള്ള മറ്റ് MP മാരും നേതാക്കളുമൊക്കെ രാഹുൽ ഗാന്ധിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോഴാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്, ഞാൻ ഇവിടെ വന്ന് പ്രഖ്യാപിച്ചതൊക്കെ കേരളത്തിലെ പോങ്ങന്മാരായ കോൺഗ്രസ്സുകാർ എനിക്ക് ഓതിത്തന്നത് മാത്രമാണ്, എനിക്ക് കൃത്യമായ അറിവൊന്നുമില്ലെന്ന്. അങ്ങനെയാണ് KSRTCയിലെ സൗജന്യ യാത്രയും പ്രഖ്യാപിക്കപ്പെട്ടതും ഇപ്പോൾ യാതൊരു വിവരവും ബോധവുമില്ലാതെ ഇത് നടപ്പിലാക്കുന്നതും. ഈ നടപ്പിലാക്കുന്നത് കൊണ്ട് യാതൊരു ദോഷമോ അല്ലെങ്കിൽ യാതൊരു സങ്കടമോ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കോ അല്ലെങ്കിൽ എൻ്റെ പ്രേക്ഷകർക്കോ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ KSRTCയെ ഇല്ലാതാക്കുക എന്ന ഒരു ഹിഡൻ അജണ്ട ഇതിനകത്തില്ലേ എന്ന് നമ്മൾ ന്യായമായും സംശയിക്കണം. ജീവനക്കാർക്കുള്ള ശമ്പളം കൃത്യമായി ലഭ്യമാകുമോ? ഡീസൽ അടിക്കാനുള്ള തുക കൃത്യമായി ലഭിക്കുമോ? അറ്റകുറ്റപ്പണികൾക്കും പെൻഷൻ ആനുകൂല്യങ്ങൾക്കുമുള്ള തുക കൃത്യമായി ലഭിക്കുമോ? വാല്യൂ ആഡഡ് വരുമാനം, അതായത് നിലവിലുള്ള ടിക്കറ്റേതര വരുമാനങ്ങൾ എത്രമാത്രം കൂട്ടാൻ കഴിയും? ഇങ്ങനെയൊക്കെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ KSRTCയിലെ സ്ഥലം സ്വകാര്യ വ്യക്തികൾക്ക് തീരെഴുതി കൊടുക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് KSRTC പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആനവണ്ടി വീണ്ടും കട്ടപ്പുറത്ത് തന്നെ. എത്ര മഴ വന്ന് വെയിൽ വന്നാലും കേരളത്തിലെ ആനവണ്ടികളുടെ കാര്യം ഇതുപോലെ തന്നെ ആയിരിക്കും എന്നതിൽ ഒരു തർക്കവുമില്ലാത്ത തരത്തിലാണ് ഗതാഗത വകുപ്പ് മുന്നോട്ട് പോകുന്നത്. അതിന് അടിയന്തരമായ പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ഈ 100 ദിവസം എന്ന ഈ സൗജന്യ യാത്രയുടെ പ്രഖ്യാപനമുണ്ടല്ലോ, ആ 100 ദിവസം പോലും ഇത് ഓടിയെത്തുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുകയില്ല. അങ്ങനെ സംഭവിക്കുവാനുള്ള സാധ്യതയും കുറവാണ്.